ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഗപ്പികൾക്ക് കൊടുക്കാൻ വേണ്ടി കൂത്താടികളെ ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചാണ്ടോ, അതായത് കൊതുകിൻ്റെ ലാർവകൾ. ഏകദേശം ആയിരക്കണക്കിന് കൊതുകിൻ്റെ ലാർവകൾ ഇത് നമ്മുടെ ഈ ഐസിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അധികം വന്ന കൊതുകിൻ്റെ ലാർവകളെ ഇതുപോലെ ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചാണ് നമുക്ക് ആവശ്യാനുസരണം ഗപ്പികൾക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ കൊതുകുകളെ ഇത്രയും കൂത്താടികളെ നമുക്ക് കൾച്ചർ ചെയ്ത് അതുപോലെ തന്നെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാമെന്ന് നോക്കാം. ഇത് നമ്മുടെ മീനുകൾക്ക് കൊടുക്കാൻ വേണ്ടി മൊയിനകളെ കൾച്ചർ ചെയ്യുന്ന ചെറിയ ചെറിയ ബക്കറ്റുകളാണ് കേട്ടോ. അപ്പോൾ മൊയിനകളൊക്കെ പെട്ടെന്ന് ക്രാഷായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പല പല ബക്കറ്റുകളിലായിട്ട് നമ്മൾ മൊയിനകളെ കൾച്ചർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കെല്ലാം അറിയായിരിക്കും മൊയിനകൾക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാൻ നേരത്തത് കൊതുകുകളെ ആകർഷിക്കുകയും കൊതുകുകൾ വന്ന് ഓരോ ടാങ്കിലും മുട്ടയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടംപോലെ മുട്ടകൾ, അതുപോലെ തന്നെ വിരിഞ്ഞിറങ്ങിയ കൊതുകിൻ്റെ കൂത്താടികളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ബക്കറ്റിലും ഇതുപോലെ കൊതുകുകൾ വന്ന് മുട്ടയിട്ട് പോകും. അപ്പോൾ നമ്മളത് കളക്ട് ചെയ്ത് എല്ലാം കൂടി ഒരു ബക്കറ്റിൽ കൊണ്ടുപോയി ഇടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്തെടുക്കുന്ന മുട്ടകളെല്ലാം തന്നെ വെറും ഒരു ദിവസം കൊണ്ട് തന്നെ വിരിഞ്ഞ് കുഞ്ഞുങ്ങളായിട്ട് മാറും. ഇതിപ്പോൾ ഏകദേശം 3 ദിവസമായ കൂത്താടികളാണ്. അപ്പോൾ 3 ദിവസത്തിൽ കൂടുതൽ കൂത്താടികളെ നിർത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം മീനുകൾക്ക് ഒരുപാട് വലുതായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂത്താടികൾ പെട്ടെന്ന് മീനുകൾക്ക് കഴിക്കാൻ പറ്റാതെയും ഇനി കഴിച്ചാൽ തന്നെ ദഹനത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പോൾ ഏകദേശം 2 മുതൽ 3 ദിവസം വരെയുള്ള കൂത്താടികളെ നമ്മൾ ഇതുപോലെ ഒരു നെറ്റ് ഉപയോഗിച്ച് ബക്കറ്റിൽ നിന്ന് ഇതുപോലെ അരിച്ചെടുക്കണം. മറ്റുള്ള ലൈഫ് ഫുഡ്സായ മൊയിന, അർട്ടിമിയൊക്കെ പോലെ നമുക്കിത് ആവശ്യാനുസരണം എടുക്കൽ നടക്കില്ല. കാരണം നമുക്കറിയാമല്ലോ, ഒരു 3 ദിവസത്തിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതുകിൻ്റെ ലാർവകൾ കൂടുതൽ വലിപ്പം വെക്കുകയും അതുപോലെ തന്നെ കൊതുകുകളായിട്ട് പുറത്തോട്ട് ഇറങ്ങിപ്പോകാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിലധികം കിട്ടുന്ന കൂത്താടികളെ നമ്മൾ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരൊറ്റ ബക്കറ്റിൽ നിന്നും ഏകദേശം ഇത്രയും കൂത്താടികളെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ വാഷ് ചെയ്ത് വേണം നമ്മളിതിന് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ മീനുകൾക്കും ഗപ്പികൾക്കും കൊടുക്കാനായിട്ട് ഇത് ആവശ്യത്തിലധികമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത് ബാക്കിയുള്ളത് നമ്മൾ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്ത ലാർവകളെ നമ്മുടെ ഗപ്പികൾക്ക് ഫീഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗപ്പികൾ നല്ല രീതിയിൽ വന്ന് ഫുഡ് എടുക്കുന്നുണ്ട്. മറ്റുള്ള ലൈഫ് ഫുഡ്സ് പോലെയല്ല, കൂത്താടികളുടെ ഈ ഒരു പ്രത്യേക തരത്തിലുള്ള മോഷൻ, അതായത് വെള്ളത്തിലുള്ള ചലനം ഗപ്പികളെ നല്ല രീതിയിൽ ആകർഷിക്കുകയും നല്ല രീതിയിൽ വന്ന് ഫുഡ് എടുക്കുകയും ചെയ്യും. അതിനുശേഷം നമുക്ക് ബാക്കി വന്ന കൂത്താടികളെ നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിൽ എയർ ടൈറ്റായിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളിനി ഫ്രീസ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ടും നമ്മുടെ കയ്യിലുള്ള എല്ലാ ഗപ്പികൾക്ക് കൊടുത്തിട്ടും നല്ല രീതിയിൽ ബാക്കി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം കൂത്താടികളെ കൊടുത്താൽ മതി ഗപ്പികളുടെ വയറ് നിറയാനായിട്ട്. ഒന്നുകൂടെ നിങ്ങൾ ഇതിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി കാണാൻ പറ്റും. നല്ല രീതിയിൽ മൊയിനയും ഇതിൻ്റെ ഒപ്പം തന്നെ കൾച്ചറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊയിനയെ കൾച്ചർ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ ബക്കറ്റിലാണ് കൂത്താടികളെ കളക്ട് ചെയ്ത് വെച്ചത്. ഇടക്കിടക്ക് ഇത്തിരി ഈസ്റ്റ് ഇട്ട് കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല രീതിയിൽ അത് മൊയിനകൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് നല്ല രീതിയിൽ കൾച്ചറായിട്ടുണ്ട് കൂത്താടികളൊപ്പം തന്നെ. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഫ്രീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗപ്പികൾക്ക് നല്ല രീതിയിൽ ന്യൂട്രീഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഈ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വെക്കുന്നതാണ്. അപ്പോൾ ഈ കൂത്താടികളെയൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ നേരത്തെ കാണുന്ന ചിലവർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം കൂത്താടികളാണല്ലോ ഇങ്ങനെയൊക്കെ വെക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ അത് നോക്കിയിട്ട് കാര്യമില്ല. നല്ല ഹൈജീനിക്കായിട്ട് കൾച്ചർ ചെയ്തെടുത്ത കൂത്താടികളും മീനുകളൊക്കെയാണ്. മാത്രമല്ല നമ്മുടെ ഗപ്പികളുടെ ഹെൽത്തും ഗ്രോത്തുമാണ് നമുക്ക് എപ്പോഴും പ്രാധാന്യം. അപ്പോൾ ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഗപ്പികളുടെ ഹെൽത്തൊക്കെ നമുക്കറിയാമല്ലോ, നല്ല രീതിയിൽ ലൈഫ് ഫുഡ്സ് തന്നെ കൊടുക്കണം. അപ്പോൾ എപ്പോഴും ഈ അർട്ടീമിയൊക്കെ കൾച്ചർ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വഴി നല്ല രീതിയിൽ നമുക്ക് കോസ്റ്റ് കട്ടിങ്ങും ചെയ്യാൻ പറ്റും. അങ്ങനെ കൃത്യം 3-ാമത്തെ ദിവസം നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കൂത്താടികളെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫ്രീസ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ഐസിൻ്റെ മുകളിലായിട്ട് നല്ല രീതിയിലൊരു പാറ്റേണിലാണ് കൂത്താടികളെല്ലാം വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് മുമ്പ് കൂത്താടികളെ മീനുകൾക്ക് ഫീഡ് ചെയ്തത് 2 ദിവസം മുമ്പാണ്. അപ്പോൾ കൃത്യം 3-ാമത്തെ ദിവസം നമ്മൾ വീണ്ടും കൊടുക്കാൻ പോവാണ്. ആഴ്ചയിൽ 2 ദിവസമാണ് നമ്മൾ സാധാരണ കൂത്താടികളെ ഗപ്പികൾക്ക് കൊടുക്കാൻ പോകുന്നത്. ബാക്കി 2 ദിവസം മൊയിനയും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഫ്ലേക്സുമാണ് നമ്മൾ ഗപ്പികൾക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ ഫ്രീസ് ചെയ്തെടുത്തിരിക്കുന്ന കൂത്താടികൾ ഡയറക്റ്റ് നമ്മൾ മീനുകൾക്ക് കൊടുക്കാൻ പാടില്ല. നല്ല രീതിയിൽ ഐസ് കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ച് നല്ല രീതിയിൽ ഐസ് കളയണം. എന്നിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കഴുകിയെടുത്തതിന് ശേഷം വേണം നമ്മൾ മീനുകൾക്ക് ഫീഡ് ചെയ്യാനായിട്ട്. വളരെ ചിലവ് കുറച്ച് നമുക്ക് ഗപ്പികൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയ ഒരു ലൈഫ് ഫുഡ് തന്നെയാണ് ഈ മോസ്കിറ്റോ ലാർവ എന്നുള്ളത്. കാരണം പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ നല്ല രീതിയിൽ മീനുകൾക്ക് ഗ്രോത്ത് എനിക്ക് മോസ്കിറ്റോ ലാർവ കൊടുക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുവരെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇവരെ നമുക്ക് മീനുകൾക്ക് ഫീഡ് ചെയ്ത് നോക്കാം. അപ്പോൾ മീനുകളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ ഇതിനെ വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യാൻ നേരത്ത് ഇതെല്ലാം തന്നെ മേളിൽ വന്ന് വെള്ളത്തിൻ്റെ സർഫേസിൽ വന്ന് പൊങ്ങി കിടക്കുന്നതാണ്. അപ്പോൾ മീനുകളൊക്കെ പയ്യെ വന്ന് ഇതിനെല്ലാം തന്നെ തിന്നുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ജീവനുള്ള കൂത്താടികളെ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകൾ പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്താണ് കഴിക്കുന്നത്. വല്ല ആക്രാന്തത്തോടെ വന്നിരുന്ന് മീനുകൾ ഫുഡ് എടുക്കുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്കത് കാണാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവനുള്ള കൂത്താടികളുടെ വെള്ളത്തിൽ കിടന്നുള്ള ഒരു ആക്ഷൻ മീനുകളെ നല്ല രീതിയിൽ അട്രാക്ട് ചെയ്യും. പക്ഷേ ഇവിടെ അത് സംഭവിക്കുന്നില്ല. കാരണം ഓൾറെഡി ഡെഡായ കൂത്താടികളാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന വെള്ളത്തിൻ്റെ മേളിൽ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന കൂത്താടികളെ മീനുകൾ എന്തായാലും വന്ന് കഴിക്കുന്നുണ്ട്. ആ ഒരു അറ്റാക്കിങ് ടെൻഡൻസി കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ കൂത്താടികളെ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ മാക്സിമം ഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ എഗ്ഗ് കളക്ട് ചെയ്ത് വിരിയിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടുന്ന കൂത്താടികളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മീനുകൾക്ക് ഫംഗസ് വരാനും അതുപോലെ തന്നെ പാരസൈറ്റൊക്കെ അടിക്കാനും സാധ്യതയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.